ആം ആദ്മി പാർട്ടിയും ഭീതിതമായ ഒരു അന്തരീക്ഷത്തിലാണ്. അരവിന്ദ് കെജ്രിവാൾ അകത്താണ്. എന്താണ് അതൊക്കെ ഈ തെരഞ്ഞെടുപ്പ് പ്രതിഫലിക്കാൻ സാധ്യതയുണ്ടോ? അല്ല, ഉണ്ടാകും. കാരണം നല്ലൊരു കാലാവസ്ഥ ആയിരുന്നു. ഇപ്പോൾ മാറ്റം സംഭവിച്ചു. കാരണം ജനാധിപത്യം എന്ന് പറയുമ്പോൾ അത് എല്ലാവർക്കും സ്വാതന്ത്ര്യം ഉണ്ടാകണം. ഇന്നത്തെ കാലഘട്ടം ഞാൻ ആദ്യം കാണുന്നത് അവർ സ്വതന്ത്രനായിട്ടാണ് ഇപ്പോൾ മത്സരിച്ച് ജയിച്ചത്. ആം ആദ്മി പാർട്ടി അല്ലേ ആയിരുന്നു. ഇവിടെ നിന്ന് ജയിച്ച് അതിനുശേഷം ഇപ്പോൾ ചിഹ്നം കിട്ടിയില്ലായിരുന്നു. അന്ന് ചിഹ്നം അനുവദിക്കപ്പെടാൻ താമസിച്ചു. അതിനുശേഷം സ്വതന്ത്രനാണ് ആണ് ഇപ്പോൾ അതുകൊണ്ട്. എന്നാൽ മത്സരിച്ച് ജയിച്ചത് സ്വതന്ത്രനായിട്ടായിരുന്നു. ഇവിടെ ഞങ്ങൾ അർത്ഥങ്കല് ഒരു 10-60 പേര് ആം ആദ്മി പാർട്ടിയിലുണ്ട്. ഞങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഊർജ്ജം, പ്രവർത്തിക്കാനുള്ള ഊർജ്ജം. ആ ഊർജ്ജം ഞങ്ങളുടെ പാർട്ടിയുടെ ആം ആദ്മി പാർട്ടിക്കുണ്ടായ ഒരു പ്രശ്നം എന്ന് പറയുന്നത് പൈസ പിരിക്കാൻ പാടില്ല. അതായത് പൈസ പിരിക്കണമെങ്കിൽ ദേശീയ നേതൃത്വത്തിലെ അക്കൗണ്ടിലേക്ക് അയക്കണം. അവർ തരിക. ഇവിടെ ഞങ്ങൾക്ക് രസീത് വെച്ച് പിരിക്കാൻ പറ്റില്ലായിരുന്നു. ഞങ്ങൾ ഈ 60 പേരും 60-ലധികം ആൾക്കാരുണ്ട്. ഞങ്ങൾ സ്വയം കയ്യിൽ നിന്ന് പൈസ എടുത്ത് പ്രവർത്തിച്ചത്. അങ്ങനെ പ്രവർത്തിക്കാനുള്ള സാമ്പത്തികം ഇല്ലായിരുന്നു. പൈസ കിട്ടുന്നുണ്ടോ കേന്ദ്രത്തിൽ? ഇല്ല, കിട്ടുന്നില്ല. അത് തന്നെയാണ് ഇന്ന് നേരിടുന്നത്. കാരണം പ്രവർത്തിക്കാനുള്ള ഊർജ്ജം എന്താണ്? സാമ്പത്തികമാണ്. അത് കൊടുക്കുന്ന ഒരു അവസ്ഥ ഇല്ലാതാക്കുക. ആ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഊർജ്ജം ഉണ്ടായി. ഞങ്ങൾ പ്രവർത്തിക്കാൻ മന്ദീപിച്ച പോലെ എല്ലാവരും ഊർജ്ജം. ഒരു കാര്യം ചോദിച്ചോട്ടെ മെമ്പറെ, നിങ്ങൾ എന്തായാലും ഇവിടെ ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥി നിർത്തിയിട്ടില്ലല്ലോ. ആലപ്പുഴയിൽ കോൺസ്റ്റിറ്റ്യുവൻസി സ്ഥാനാർത്ഥി ഇല്ല ആം ആദ്മി പാർട്ടിക്ക്. നിങ്ങൾ ആർക്കായിരിക്കും വോട്ട് കൊടുക്കുക? ഒരു ഭാഗത്ത് കോൺഗ്രസ് ഉണ്ട്, മറുഭാഗത്ത് CPM ഉണ്ട്, ആരിഫ് ഉണ്ട്, KC വേണുഗോപാൽ ഉണ്ട്. ആർക്കായിരിക്കും? ഇല്ല, ഞാൻ അതിന്റെ കാര്യങ്ങൾ ഇനി ചിത്രം വ്യക്തമായി വരുന്നതേ ഉള്ളൂ. കാരണം ചിത്രം KC വേണുഗോപാലിന്റെ നല്ല വെടിപ്പുള്ള ചിത്രമുണ്ട്, ആരിഫിന്റെ നല്ല വെടിപ്പുള്ള ചിത്രം. അതുകൊണ്ട് അങ്ങനെ നിഷ്പക്ഷമായ നിലപാടെടുക്കുമ്പോൾ ആര് വോട്ട് ചെയ്യും? ആർക്ക് ചെയ്യും? ആം ആദ്മി പാർട്ടി ഈ 60 പേരെ ഉള്ളൂ. പോയിക്കോട്ടെ. സാധ്യതയുള്ള ഇവിടെ ജയസാധ്യത ആർക്കാ? ഇവിടെ KC വേണുഗോപാലിനാണ്. അപ്പൊ സംഭവ കാര്യങ്ങൾ വന്നു. KC വേണുഗോപാൽ ചേട്ടോ, ആം ആദ്മി പാർട്ടിയുടെ നിലപാട് ഈ മണ്ഡലത്തിലുള്ളത്. അപ്പോൾ സ്വാഭാവികമായി KC വേണുഗോപാൽ വിജയസാധ്യതയാണെന്ന് പറയുന്നത് മെമ്പറെ പ്രസിഡന്റ് KC വേണുഗോപാലിനാണ് വിജയസാധ്യതയെന്ന് നിങ്ങളുടെ ഘടകകക്ഷിയിൽപ്പെട്ട ആം ആദ്മി പാർട്ടി പറയുന്നു. ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് ആം ആദ്മി പാർട്ടിയുടെ മറ്റൊരു മുഖമാണ് കോൺഗ്രസ് എന്നുള്ളതാണ്. അതാണ്. അപ്പം KC വേണുഗോപാൽ ജയിക്കാനുള്ള സാധ്യതയുണ്ടോ? ഒരു കാരണവശാലും ഇല്ല. എന്തുകൊണ്ട്? കാരണം ആരിഫിനെ പോലെയുള്ള ഒരു എതിരാളി അവിടെ നിൽക്കും കാലം KC വേണുഗോപാലിന് ആലപ്പുഴ നിയോജക മണ്ഡലത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ. KC വേണുഗോപാലിന്റെ ആലപ്പുഴയിലെ മണ്ഡലത്തിന്റെ പരിചയം, ആലപ്പുഴയിലെ മണൽത്തരികൾക്ക് പോലും KC വേണുഗോപാലിനെ അറിയാം എന്ന് പറയുന്നതാണ്, അണികൾ പറഞ്ഞു വരുത്തുന്നതാണ്. പക്ഷേ അതിനേക്കാൾ ഏറെ അരൂർ MLA ആയി നിന്നപ്പോഴും ആലപ്പുഴ MP ആയി നിന്നപ്പോഴും നമ്മുടെ AM ആരിഫ് തന്റെ ആ ഒരു സാന്നിധ്യം ജനങ്ങളുടെ ഇടയിലേക്ക് വളരെ നന്നായിട്ട് പ്രതിഫലിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതായത് KC വേണുഗോപാലിനെ ആലപ്പുഴയിലെ മണൽത്തരികൾക്ക് അറിയാമെങ്കിൽ ആരിഫ് ഈ കടൽ തീരത്തിന്റെ കടൽക്കാറ്റാണ്. തീർച്ചയായിട്ടും. ഇടത്തോട്ട് പിടിക്കുവോ മണ്ഡലം? തീർച്ചയായിട്ടും ഇടത്തോട്ട് പിടിക്കും. ആണോ? ഇല്ല, പിടിക്കില്ല. എന്താ കാര്യം പറഞ്ഞുതരാം. ഇവർ രണ്ടുപേരും ഇപ്പൊ ഇവിടെ കാര്യങ്ങൾ പറഞ്ഞു. ഇവർ രണ്ടുപേര് ജയിച്ചു കഴിഞ്ഞാലും പോയി ആർക്ക് വേണ്ടിയിട്ടാണ് കൈവെക്കുന്നത്? രാഹുൽ ഗാന്ധിക്ക് വേണ്ടിയിട്ട്. അങ്ങനെയാണ് പിന്നെ ഇവർ ഒരാൾ മത്സരിച്ചാൽ പോരായിരുന്നു, ഒരാള് അങ്ങനെ മൈതാനത്തിൽ നിന്ന് നമ്മൾ പറയുമല്ലോ അപ്പം ചെത്തിട്ട് കട്ടിലൊഴിയണമെന്ന് പറയുന്ന പോലെ. അത് നടക്കത്തില്ല കേരളത്തിൽ. അവർ രണ്ടുപേരും കളം നിറഞ്ഞ് കളിക്കും. ഒരാൾ മാറിയാൽ നിങ്ങൾക്ക് വരാനല്ലേ? അതല്ലേ സൗഹൃദ മത്സരമാണ് ഇവിടെ സൗഹൃദ മത്സരമാണ്. അതെ. അത് നിങ്ങളുടെ സ്ഥാനം നിഷേധിക്കുകയാണ് അവരുടെ ലക്ഷ്യം. അവർ തുറന്നു പറഞ്ഞു. സൗഹൃദ മത്സരമാണ്. ഇത്രയും കോടികൾ എന്തിനാ വെറുതെ കളയുന്നത്? സൗഹൃദമായിട്ടാണ് BJP-ക്കാരാ, കോൺഗ്രസ്സുകാരല്ല. ഈ പാവം നോക്കി മുഖത്തോട്ട് നോക്കാം. സങ്കടം ജനങ്ങളുടെ പൈസ പിരിച്ചിട്ടല്ലേ, സ്വന്തമായിട്ട് അച്ചടിച്ചു കൊണ്ടുവരുന്നല്ലോ. ആ മുഖത്ത് നോക്ക്, ആ മുഖത്തുള്ള സങ്കടം. 1823 കോടി കക്ഷികളാണ്. ഒറ്റ തെരഞ്ഞെടുപ്പ് BJP-ക്ക് കേരളത്തിൽ ഇടമില്ലെന്ന് എത്ര തെരഞ്ഞെടുപ്പുകൾ തെളിയിച്ചിരിക്കുന്നു. കേരളത്തിൽ തെരഞ്ഞെടുപ്പിൽ ഇനി വരികയും ചെയ്യും. വന്നിട്ടുമുണ്ട്, നേമത്ത് വന്നിട്ടുണ്ട്. ഇവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് നിന്ന് നേമത്തെ തോപ്പിച്ച പോലെ ഇവിടെ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടാണെന്നുണ്ടെങ്കിൽ എന്നോടാണ് ചോദിക്കുന്നത്. നേമത്ത് തോപ്പിച്ച പോലെ ഇവിടെ തോപ്പിക്കാനാണ് ഇവരുടെ പ്ലാനെങ്കിൽ ഇവിടത്തെ ജനങ്ങൾ അനുവദിക്കില്ല. ശോഭയ്ക്ക് വിജയ സാധ്യതയുണ്ട്. ശോഭ ചേച്ചിക്ക് വിജയ ചേച്ചിയാവോ? ഒരിക്കലും. എന്തുകൊണ്ടാ? BJP-ക്ക് ഇവിടെ പ്രസക്തിയില്ല. പക്ഷെ 2 ലക്ഷം വോട്ടൊക്കെ പിടിക്കാൻ ശേഷിയുള്ള ഒരു സ്ഥാനാർത്ഥിയാ. കഴിഞ്ഞ തവണ കിട്ടി. കൃത്യമായി അവരുടെ വോട്ട് കിട്ടുക എന്നുള്ളതാണല്ലോ അവരുടെ പ്രവർത്തനം. ഇപ്പൊ അനിലേട്ടൻ പറഞ്ഞ പോലെ മേടിക്കട്ടെ. മണിപ്പൂർ ചെന്ന് BJP മാപ്പ് പറഞ്ഞാൽ ആര്യ ഇവർ ഈ വോട്ട് ചോദിക്കാൻ നിങ്ങൾ പോകുമ്പോഴേ
ഈ മണിപ്പൂർ എന്ന് കേൾക്കുമ്പോൾ ചെറിയ ടെൻഷൻ വരുമോ? ഇല്ല, ഒരു ടെൻഷനും ഇല്ല. എന്താ? കാരണങ്ങൾ ന്യൂസിലൂടെ എല്ലാവർക്കും വ്യക്തമല്ലേ. സാധാരണ മണിപ്പൂരിലെ ഒരു ഗോത്ര കലാപമാണ്, അല്ല വംശീയ കലാപമല്ല, അത് യഥാർത്ഥത്തിൽ മതപരമായ പ്രശ്നമല്ല എന്ന് വിശദീകരിക്കാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പം സാധാരണ ജനങ്ങളിലോട്ട് ഇറങ്ങി ചെല്ലുന്നവർ ഞങ്ങൾ പഞ്ചായത്ത് മെമ്പർമാര് ഏറ്റവും കൂടുതൽ മോദി സർക്കാരിന്റെ കാര്യങ്ങൾ നമ്മളോട് ഇങ്ങോട്ട് തന്നെ ചോദിക്കും, ഇന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തരുമല്ലോ. അപ്പൊ അതിന്റെ ഉറപ്പിലാണ്, മോദിയുടെ ഗ്യാരണ്ടിയുടെ ഉറപ്പിൽ ശോഭ ചേച്ചി സാധാരണ സ്ത്രീജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി ഏറ്റവും കൂടുതലായിട്ട് പ്രവർത്തിക്കും. അർത്തിങ്കൽ ജനതയെ ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കും. മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിച്ച് ജോലി ചെയ്യുന്നവരാണ് മത്സ്യത്തൊഴിലാളികൾ. അങ്ങനെയല്ല, തികച്ചും തെറ്റാണ്. ഈ മണിപ്പൂരിലെ ജനങ്ങൾ ഒരിക്കൽ പോലും ഈ പ്രധാനമന്ത്രി ഒന്ന് ചെന്ന് കാണുവാൻ പോലും മനസ്സ് കാണിച്ചിട്ടില്ല. ഈ കേരളത്തിൽ എത്ര പ്രാവശ്യം പ്രധാനമന്ത്രി വന്നു? അവിടുത്തെ ജനങ്ങളുടെ മാനത്തിന്, അവിടുത്തെ സ്ത്രീകളുടെ മാനത്തിന് എന്ത് വില കൊടുക്കും? അത് ചിന്തിക്കണ്ടേ പ്രധാനമന്ത്രി?